നമസ്കാരം. കാട്ടുതീയുടെ തീജ്വാലകൾ കാർന്നുതുന്ന ലോസ് ആഞ്ചലസിന്റെ തെരുവുകൾക്ക് ഇന്ന് പിങ്ക് നിറമാണ്. അതിശൈത്യവും കനത്ത ശീതക്കാറ്റും കാട്ടുതീയുടെ രൂപത്തിൽ ലോസ് ആഞ്ചലസിനെ കീഴ്പ്പെടുത്തുമ്പോൾ പ്രതിരോധ മാർഗം എന്നോണമാണ് സർക്കാർ പിങ്ക് പൗഡർ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും എല്ലാം വിതറുന്നത്. ഒരു പരിധിവരെ കാട്ടുതീ പടരുന്നത് പ്രതിരോധിക്കാൻ കഴിയുന്ന ഫോസ്റ്റിക് എന്ന പ്രത്യേകതരം രാസപദാർത്ഥമാണ് പിങ്ക് നിറത്തിൽ ലോസ് ആഞ്ചലസിൽ നിറയുന്നത്. 1960 മുതൽ അമേരിക്കൻ കമ്പനിയായ പെരിമേറ്റർ സൊല്യൂഷൻസ് ഉൽപ്പാദിപ്പിക്കുന്ന ഫോസ്റ്റിക് പ്രധാന അഗ്നി പ്രതിരോധ വസ്തു എന്ന രീതിയിൽ ലോകത്താകമാനം ഏറെ പ്രശസ്തമാണ്. ലോസ് ആഞ്ചലസിൽ തീ ആളിപ്പറന്ന ഈ ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ഗാലൻ ഫോസ്റ്റിക് സൊല്യൂഷനാണ് ഇവിടെ ഉപയോഗിച്ചത്. ഇതിന്റെ പിങ്ക് നിറം തീ പടർന്നു പിടിക്കുന്നത് ഒരു പരിധിവരെ തടയുമെന്ന് മാത്രമല്ല, ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ ഈ അപകട സ്ഥലം പെട്ടെന്ന് തിരിച്ചറിയാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നുവെന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദിവസങ്ങൾ കഴിഞ്ഞ് മാത്രമേ ഇതിന്റെ പിങ്ക് നിറം മാഞ്ഞു പോവുകയുള്ളൂ എന്നതാണ് ഗുണം. നേരിട്ട് തീയിലേക്ക് സ്പ്രേ ചെയ്യുന്നതിന് പകരം തീപിടുത്ത സാധ്യത മുന്നിൽ കണ്ട് ഫോസ്റ്റിക് മുൻകൂട്ടി സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അമോണിയം പോളിഫോസ്ഫേറ്റ് വസ്തുവാണ് പിങ്ക് സ്പ്രേയിൽ അടങ്ങിയിരിക്കുന്നത്. വെള്ളത്തെ പോലെ പെട്ടെന്ന് വറ്റിപ്പോകില്ലെന്നതുകൊണ്ട് തന്നെ ഏത് സമയത്തും ഇത് ഉപയോഗിക്കാനും സാധിക്കും. ഫോസ്റ്റിക്കിന്റെ വ്യാപകമായ ഉപയോഗം പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കിയേക്കാമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇതിലടങ്ങിയ രാസവസ്തു ജലസ്രോതസ്സുകൾ അടക്കം മലിനമാക്കാമെന്നും ഇത് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്നുമാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ മുന്നറിയിപ്പ്. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ലോസ് ആഞ്ചലസിൽ ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഫലപ്രദമായ വസ്തുവാണ് ഫോസ്റ്റിക് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം ഒരാഴ്ചയോളമായി സംസ്ഥാനത്തെ ആകെ വിഴുങ്ങുന്ന കാട്ടുതീയെ അണയ്ക്കാൻ കഴിയാതെ കൈമലർത്തുകയാണ് ആഗോള ശക്തി എന്ന് അഹങ്കരിക്കുന്ന അമേരിക്ക. ലോസ് ആഞ്ചലസിൽ ആളിപ്പടരുന്ന കാട്ടുതീയിൽ ഇതുവരെ 24-ലേറെ പേരാണ് കൊല്ലപ്പെട്ടത്. അപകടകരമാം വിധം കാറ്റ് വീശുന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വേഗത്തിൽ കാറ്റ് വീശുന്നത് സ്ഥിതി കൂടുതൽ വഷളാക്കുമെന്നാണ് ആശങ്ക. ആയിരക്കണക്കിന് വീടുകളാണ് കത്തി നശിച്ചത്. നിരവധി കെട്ടിടങ്ങൾ വെറും അവശിഷ്ടങ്ങളായി മാറുകയും ചെയ്തു. US ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ പ്രകൃതി ദുരന്തമെന്നാണ് കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസം പ്രസ്താവനയിൽ അറിയിച്ചത്. 100,000 ആളുകൾക്കാണ് നഗരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടി വന്നിട്ടുള്ളത്. മണിക്കൂറിൽ 110 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുന്നതിനാൽ ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ പ്രത്യേക അപകടകരമായ സാഹചര്യം പ്രഖ്യാപിക്കാൻ അധികൃതർ നിർദ്ദേശിച്ചിരുന്നു. വീശിയടിക്കുന്ന കാറ്റ് തീജ്വാലകൾ കൂടുതൽ ആളിക്കത്താനും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പടരാനും കാരണമാകുമെന്ന് അഗ്നിശമന സേനാംഗങ്ങളും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ദേശീയ കാലാവസ്ഥാ സർവീസ് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാട്ടുതീയിൽ നാശനഷ്ടം കൂടാനുള്ള പ്രധാന കാരണം സാന്റ ആന എന്ന വരണ്ട കാറ്റായിരുന്നു. ഇത് പിന്നീട് ശാന്തമായത് കാരണം തീ കുറച്ചെങ്കിലും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിരുന്നു.